സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസിൻ്റെ നാമത്തിൽ കർത്തൃനാമത്തിൽ സ്വാഗതം. ദൈവജനമേ, വചനം കേൾക്കുവാനായും വചനം ഉൾക്കൊണ്ടുകൊണ്ട് ധ്യാനിക്കുവാനും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ സ്വർഗീയപിതാവിൻ്റെ മഹത്വത്തെ നമുക്ക് ആരാധിക്കാം. നമ്മെ ഈ നിമിഷവും ജീവിപ്പിക്കുന്ന അവിടുത്തെ അനന്തമായ കരുണയ്ക്കും ദയയ്ക്കും അവിടുന്ന് നൽകിയ ദിവ്യമായ ഉദ്ദേശം പിന്തുടരുവാനും ഉള്ള അവസരത്തിനും ഹൃദയപൂർവ്വം നന്ദി പറയുകയും ചെയ്യാം. നമ്മുടെ കുറവുകളും പാപങ്ങളും ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞ് അവിടുത്തെ ക്ഷമയും കൃപയും നമുക്ക് തേടാം. സഹോദരങ്ങളെ, ദൈവവചനം മനസ്സിലാക്കുവാനും അതിലുള്ള സത്യങ്ങൾക്കായി നമ്മുടെ മനസ്സും ഹൃദയവും തുറക്കുവാനുമുള്ള ജ്ഞാനത്തിനായി അപേക്ഷിക്കാം. നമ്മുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതം നമുക്ക് നയിക്കാം. അവിടുന്ന് നമ്മെ ഏൽപ്പിച്ച ദൗത്യം പരിശുദ്ധമായി പൂർണ്ണമായി നിറവേറ്റുവാനുമുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ലോകമെമ്പാടുമുള്ള പലവിധമായ ആവശ്യത്തിലിരിക്കുന്നവർക്കായി ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനവും പരിപാലനയും യഥാസമയത്ത് എത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ യാചനകൾ ദയാപൂർവം ശ്രവിച്ച് ഉത്തരമരുളണമേ. ആമേൻ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. കർത്താവേ, ഇതാ ഞങ്ങൾ അവിടുത്തെ വചനത്തിനായി കാതോർക്കുന്നു, ദാഹിക്കുന്നു. ഞങ്ങൾ വന്ന് നിറയണമേ. 90-ാം സങ്കീർത്തനം. കർത്താവേ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു. പർവ്വതങ്ങൾക്ക് രൂപം നൽകുന്നതിന് മുൻപ്, ഭൂമിയും ലോകവും അങ്ങ് നിർമ്മിക്കുന്നതിന് മുമ്പ്, അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് ദൈവമാണ്. മനുഷ്യനെ അവിടുന്ന് പൊടിയിലേക്ക് മടക്കി അയക്കുന്നു. മനുഷ്യമക്കളെ തിരിച്ചു പോകുവിൻ എന്ന് അങ്ങ് പറയുന്നു. 1000 വത്സരം അങ്ങയുടെ ദൃഷ്ടിയിൽ കഴിഞ്ഞുപോയ ഇന്നലെ പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമാണ്. അവിടുന്ന് മനുഷ്യനെ ഉണരുമ്പോൾ മാഞ്ഞു പോകുന്ന സ്വപ്നം പോലെ തുടച്ചു മാറ്റുന്നു. പ്രഭാതത്തിൽ മുള നീട്ടുന്ന പുല്ലുപോലെയാണവൻ. പ്രഭാതത്തിൽ അത് തഴച്ചു വളരുന്നു, സായാഹ്നത്തിൽ അത് വാടിക്കരിയുന്നു. അങ്ങയുടെ കോപത്താൽ ഞങ്ങൾ ക്ഷയിക്കുന്നു, അങ്ങയുടെ ക്രോധത്താൽ ഞങ്ങൾ പരിഭ്രാന്തരാകുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ അങ്ങയുടെ മുൻപിലുണ്ട്, ഞങ്ങളുടെ രഹസ്യ പാപങ്ങൾ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ വെളിപ്പെടുന്നു. ഞങ്ങളുടെ ദിനങ്ങൾ അങ്ങയുടെ ക്രോധത്തിൻ്റെ നിഴലിൽ കടന്നു പോകുന്നു. ഞങ്ങളുടെ വർഷങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ അവസാനിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 വർഷമാണ്, ഏറിയാൽ 80. എന്നിട്ടും അക്കാലം അത്രയും അധ്വാനവും ദുരിതവുമാണ്. അവ പെട്ടെന്ന് തീർന്ന് ഞങ്ങൾ കടന്നു പോകും. അങ്ങയുടെ കോപത്തിൻ്റെ ഉഗ്രതയും ക്രോധത്തിൻ്റെ ഭീകരതയും ആര് അറിഞ്ഞിട്ടുണ്ട്? ഞങ്ങളുടെ ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണ്ണമാകട്ടെ. കർത്താവെ, മടങ്ങി വരണമേ. അങ്ങ് എത്ര നാൾ വൈകും? അങ്ങയുടെ ദാസരോട് അലിവ് തോന്നണമേ. പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ സന്തോഷിച്ചുല്ലസിക്കട്ടെ. അവിടുന്ന് ഞങ്ങളെ പിടിപ്പിച്ചിടത്തോളം ദിവസങ്ങളും ഞങ്ങൾ ദുരിതമനുഭവിച്ചിടത്തോളം വർഷങ്ങളും സന്തോഷിക്കാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ. അങ്ങയുടെ ദാസർക്ക് അങ്ങയുടെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് അങ്ങയുടെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ മേലുണ്ടാകട്ടെ. ഞങ്ങളുടെ പ്രവൃത്തികളെ ഫലമണിയിക്കണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെ സുസ്ഥിരമാക്കണമേ. പ്രിയ ദൈവജനമേ, ഇന്ന് നമുക്ക് 90-ാം സങ്കീർത്തനത്തെക്കുറിച്ച് ധ്യാനിക്കാം. മോശയാണ് ഈ സങ്കീർത്തനം രചിച്ചത്. ഇതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ദൈവം തലമുറ തലമുറയായി നമ്മുടെ സങ്കേതവും പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപേ തന്നെ നിത്യനായ ദൈവവുമായിരുന്നു എന്ന് നമ്മെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ മനുഷ്യൻ്റെ ജീവിതം എത്ര ക്ഷണികമാണെന്നും മോശ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പൊടിയിലേക്ക് മടക്കി അയക്കുന്ന അവിടുന്ന് മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് സ്നേഹത്തോടെ പറയുന്നു, ക്ഷണിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ സഹോദരങ്ങളെ, 1000 വർഷം കഴിഞ്ഞുപോയ ഇന്നലെ പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമാണ്. മനുഷ്യരെ പുലർക്കാലത്തിൽ തഴച്ചു വളർന്ന് വൈകുന്നേരത്തേക്ക് അരിഞ്ഞു വാടുന്ന പുല്ലിനോടാണ് പിതാവായ ദൈവം ഉപമിച്ചിരിക്കുന്നത് ഈ മോശയുടെ വാക്കുകളിൽ കൂടെ. ഈ വാക്കുകൾ നശ്വരമായ നമ്മുടെ ലോകത്തിലെ നമ്മുടെ ജീവിതം എത്ര അനിശ്ചിതത്വം നിറഞ്ഞതാണ് എന്ന് പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ നിത്യതയുടെ മുൻപിൽ നമ്മുടെ ജീവിതം ഒരു നെടുവീർപ്പ് പോലെ, ഒരു കുമിള പോലെ പെട്ടെന്ന് അവസാനിക്കുന്നതാണ്. സഹോദരങ്ങൾ, ഇന്നത്തെ നമ്മുടെ വെല്ലുവിളിയോടുള്ള താരതമ്യം നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ ലോകം വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ സുരക്ഷിതമാണെന്ന് നാം കരുതുന്നു. അത് സെക്യൂറാക്കാനുള്ള പരക്കം പാച്ചിലാണ് നാം. ഇത് സെക്യൂറാക്കേണ്ടത് ഇതെല്ലാം തന്ന ദൈവമാണെന്നുള്ളത് മറന്ന് നാം തന്നെ ആൾ ദൈവങ്ങളായി ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയല്ലേ. പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങളോ അപകടങ്ങളോ മറ്റു ദുരിതങ്ങളോ ഒക്കെ നമ്മുടെ ജീവിതത്തെ നിമിഷം നേരം കൊണ്ട് മാറ്റിക്കളയാം. അപ്പോഴായിരിക്കും നമ്മളെ കൊണ്ടൊന്നും സാധിക്കുകയില്ല എന്ന തിരിച്ചറിവിലേക്ക് നാം എത്തിച്ചേരുക. നമ്മുടെ സ്വന്തം ശക്തിയിലും സമ്പത്തിലും ആശ്രയിക്കുന്നതിന് പകരം
നിത്യനായ ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിൻ്റെ ആവശ്യകത ഈ സങ്കീർത്തന ഭാവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സങ്കീർത്തനത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ മോശ മനുഷ്യൻ്റെ പാപവും ദൈവത്തിൻ്റെ കോപവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിൻ്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിൻ്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ക്രോധം നിമിത്തം നമ്മുടെ ജീവിതം കഷ്ടത നിറഞ്ഞതാണെന്നും നമ്മുടെ പാപങ്ങൾ ദൈവത്തിന് മുൻപിൽ ഒളിപ്പിക്കാൻ കഴിയാത്തതുമാണെന്നുമാണ് മോശ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് മോശ ദൈവത്തോട് കരഞ്ഞ് വിളിച്ചപേക്ഷിക്കുന്നു, ഞങ്ങൾ ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ, ഞങ്ങളുടെ ദിവസങ്ങളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഈ പ്രാർത്ഥന നമ്മുടെ പരിമിതമായ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുവാനും ഇപ്പോൾ തന്നെ ഒന്ന് ചിന്തിക്കുവാനും ഈ നിമിഷം തന്നെ തിരിച്ചറിയുവാനും വളരെ വിവേകത്തോടെ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് വേണ്ടി, ദൈവകർമ്മങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാനും നമ്മെ ഓർമ്മിപ്പിക്കട്ടെ. സഹോദരങ്ങളെ, ദൈവകൃപയും ദയയും കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കുവാനും തങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കുവാനും മോശ ദൈവത്തോട് അപേക്ഷിക്കുന്നത് പോലെ നമുക്കും അപേക്ഷിക്കാം. ഇന്ന് പലപ്പോഴും നാം നമ്മുടെ പാപങ്ങളെ നിസ്സാരമായി കാണുന്നു. നിസ്സാരവൽക്കരിക്കുന്ന ഒരു റീസണിങ്ങിൻ്റെ കാലഘട്ടത്തിലാണ് നാം കടന്നു പോവുക. പാപം ദൈവത്തിൻ്റെ മുമ്പിൽ എന്നും തന്നെയാണ്. അത് നാം എത്ര ജനറലൈസ് ചെയ്തോ അല്ലെങ്കിൽ നമ്മളതിനെ റാഷണലൈസ് ചെയ്തുകൊണ്ടോ ദൈവത്തിൻ്റെ മുൻപിലുള്ള പാപമല്ലാണ്ടാവുന്നില്ല. നാമായിട്ട് നമ്മുടെ ആൾ ദൈവങ്ങളായി മാറി അതിനെ ന്യായീകരിച്ച് നമ്മൾ തന്നെ ചെറിയ കൂടുകളിൽ ഇരുന്ന് നമ്മെ തന്നെ വിധിക്കാം എന്ന് മാത്രം. നമ്മൾ ഇരിക്കുന്ന ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ഒരു രഹസ്യവും എന്നേക്കും രഹസ്യമായിരിക്കുകയുമില്ല. അപ്പോൾ ദൈവത്തിന് മുമ്പിലോ, ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ പാപങ്ങളെ മറയ്ക്കാൻ നമുക്കാകുമോ സഹോദരങ്ങളെ? നമ്മുടെ ജീവിതം പൂർണ്ണമായും ദൈവത്തിൻ്റേതാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഓരോ ദിവസവും കൂടുതൽ ബോധപൂർവം, ശ്രദ്ധാപൂർവം ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഈ സങ്കീർത്തനത്തിലെ വചനങ്ങൾക്ക് പുതിയ നിയമത്തിൽ കർത്താവായ യേശുവിൻ്റെ പഠനങ്ങളിലൂടെ പൂർണ്ണത കൈവരുന്നു. യേശു തൻ്റെ മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും പാപത്തിൻ്റെ ശക്തിയെ തോൽപ്പിക്കുകയും മാനവരാശിയെ രക്ഷിക്കുകയും ചെയ്തു. മത്തായി 6:34 യേശു പറയുന്നു, നാളെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്, നാളത്തെ ദിനം അതിനെക്കുറിച്ച് സ്വയം ആകുലപ്പെട്ടുകൊള്ളും. എത്രയോ തവണ കേട്ടിട്ടുള്ള വചനമാണിത്. എത്രയോ ധ്യാനങ്ങളിൽ, എത്രയോ വചന പ്രഘോഷണങ്ങളിൽ, ഇന്നും ഓൺലൈനാണെങ്കിലും നമ്മൾ ഈ വചനം കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ? എന്നിട്ട് നമ്മുടെ ജീവിതങ്ങളെ മാറ്റാൻ, നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി സമ്പൂർണ്ണ സമർപ്പണത്തിന് നാം തയ്യാറാകുന്നുണ്ടോ? ഇൻസെക്യൂരിറ്റി, ആൻസൈറ്റി, ഡിപ്രഷൻ എന്നുള്ളതല്ലേ ഇന്ന് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നമ്മളുടെ വിഗ്രഹങ്ങൾ? സഹോദരങ്ങളെ, നാളത്തെ ദിനം അതിനെക്കുറിച്ച് സ്വയം ആകുലപ്പെട്ടുകൊള്ളുമെന്ന് പറഞ്ഞത് തമ്പുരാനല്ലേ? സങ്കീർത്തനത്തിലെ ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ എന്ന മോശയുടെ പ്രാർത്ഥനയാണ് യേശു കൂടുതൽ ആഴമുള്ള ഒരു ആത്മീയാവസ്ഥയിലേക്ക് പുതിയ നിയമത്തിൽ ഉയർത്തുന്നു. അതായത് നമ്മുടെ ഹ്രസ്വമായ ജീവിതത്തിൽ ദൈവത്തിൻ്റെ രാജ്യത്തിനും അവിടുത്തെ നീതിക്കും മുൻഗണന നൽകിക്കൊണ്ട് ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കാനുള്ള ക്ഷണം കർത്താവായ യേശു പുതിയ നിയമത്തിലൂടെ നമുക്ക് നൽകുന്നു. നമ്മുടെ പാപങ്ങൾക്കായി കുരിശിൽ മരിച്ച കർത്താവായ യേശു ദൈവത്തിൻ്റെ കോപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. അവിടുത്തെ കരുണയും ദൈവവും പ്രാപിച്ച് നമ്മുടെ ആയുഷ്കാലം, ദൈവം തന്നിരിക്കുന്ന കാലം അത്രയും ആനന്ദിക്കാനുള്ള കൃപ നമുക്ക് നൽകുന്നു. ദൈവത്തിൽ ആനന്ദിക്കാൻ, രോഗത്തിൽ ആനന്ദിക്കാൻ, ക്യാൻസറിൽ ആനന്ദിക്കാൻ, സാമ്പത്തിക ക്ലേശത്തിൽ ആനന്ദിക്കാൻ, നമ്മളുടെ വിഷമകരമായ അവസ്ഥയിൽ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ ദൈവമാണ് ഈ കാര്യങ്ങളെല്ലാം അനുവദിച്ചത്, അതെൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് എന്ന് തിരിച്ചറിയുവാനുള്ള അവസരം നമ്മൾക്ക് തീർച്ചയായും ലഭിക്കും. ഇന്ന് പലരും തങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിലും ഉത്കണ്ഠയിലുമാണ് ജീവിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട മാനസിക രോഗവൈകല്യങ്ങളുമായി ജീവിക്കുന്ന വ്യക്തിത്വങ്ങളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. യേശുവിൻ്റെ പഠനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇന്നത്തെ ദിവസം ദൈവത്തെ വിശ്വസിച്ച് ജീവിക്കാനായിട്ടാണ്. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ഹ്രസ്വമായ ഭൂമിയിലുള്ള ജീവിതം കൂടുതൽ അർത്ഥപൂർണമാകും. നമ്മുടെ കർത്താവിൻ്റെ രണ്ടാം വരവിനായി നാം ഒരുങ്ങുമ്പോൾ സഹോദരങ്ങളെ, നമ്മെ കർമ്മനിരതരാകാൻ ഈ സങ്കീർത്തനത്തിൻ്റെ നല്ല പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കട്ടെ. നമ്മുടെ ഹ്രസ്വമായ ജീവിതത്തെക്കുറിച്ച് ബോധവാന്മാരും ബോധവതികളുമായി ഓരോ ദിവസവും ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കാൻ നാം പരിശ്രമിക്കണം.
പാപം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ മുഖത്ത് നിന്ന് അകന്നു പോയിട്ടില്ല, മറിച്ച് ദൈവത്തിൻ്റെ കാരുണ്യം നമുക്ക് എപ്പോഴും ലഭ്യമാണ്. എന്നാൽ കൃപ വരണമെങ്കിൽ നാം ധൂർത്തപുത്രനെ പോലെ, ധൂർത്തപുത്രിയെ പോലെ ആ പിതാവിൻ്റെ അടുക്കിലേക്ക് നാം നമ്മളുടെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് ഞാൻ പാപിയാകുന്നു, എന്നോട് കരുണയാകണമേ എന്ന് പറഞ്ഞ് മടങ്ങി വരണം. ആ ദൈവം നമ്മളുടെ നിശ്ചയത്തിൽ, അതായത് പാപങ്ങൾ ഇനിയും ചെയ്യില്ല എന്നുള്ള നമ്മുടെ നിശ്ചയത്തിൽ, ആ നിശ്ചയം യഥാർത്ഥമായിട്ടുള്ളതാണോ എന്ന് പിതാവായ ദൈവം തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിൽ രണ്ട് കൈയും നീട്ടി നമ്മളെ സ്വീകരിച്ച് സ്വർഗം ആനന്ദിക്കുന്ന അവസ്ഥയാണ് എന്ന് വേദപുസ്തകം രേഖപ്പെടുത്തുന്നില്ലേ? അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗം സന്തോഷിക്കുന്നു. നാം പാപം ചെയ്തുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടില്ല. ദൈവത്തിൻ്റെ കാരുണ്യം നമ്മെ പൊതിയുന്നുണ്ട്. അത് നാം തിരിച്ചറിയണം. ദൈവസ്നേഹത്തിൽ തന്നെയാണ് നാം. എന്നാൽ നാം ആ പാപാവസ്ഥയിൽ നിന്ന് മാറി, ആ ചെളിയുടെ അവസ്ഥയിൽ നിന്ന് കുളിച്ചു കയറി പിതാവായ ദൈവത്തിൻ്റെ ഊൺമേശയിലിരിക്കാനായിട്ടുള്ള യോഗ്യത നാമായിട്ടാണ് ആ എഫേർട്ട് എടുത്തിട്ട് കുളിച്ച് കയറേണ്ടത്. ആ പിതാവ്, ആ നല്ല അപ്പൻ എന്നും നമ്മളെ സ്നേഹത്തോടെ സ്വീകരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ പാപങ്ങളെക്കുറിച്ച് അനുദപിച്ച് ദൈവത്തിൻ്റെ കാരുണ്യത്തിന് വേണ്ടി യാചിച്ച് ആത്മാവിൽ നമ്മുടെ ജീവിതങ്ങളെ കുറച്ചുകൂടെ നവീകരിച്ച് കർത്താവിലേക്ക് മടങ്ങി വരാൻ ഈ നിമിഷം നമുക്ക് തീരുമാനമെടുക്കാം. നമ്മെ ദുരിതത്തിലാഴ്ത്തിയ കാലത്തോളം സന്തോഷം നൽകണമേ എന്ന് മോശ പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ സ്നേഹത്തിലും കരുണയിലും ആശ്രയിച്ചുകൊണ്ട് പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുമ്പോൾ പുതിയൊരു ജീവിതം നമുക്കും പിതാവായ ദൈവം ഒരുക്കുന്നു. ഇന്ന് പലരും തങ്ങളുടെ ജീവിതത്തിൽ സ്വന്തമായുള്ള സെൽഫിഷായുള്ള ലക്ഷ്യങ്ങൾ വയ്ക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ അനുയായികളെന്ന നിലയിൽ ക്രിസ്തുവിനെ പിൻചെല്ലാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം കർത്താവിൻ്റെ രണ്ടാം വരവിനായി പൂർണ്ണ ബോധ്യത്തോടെ ഒരുങ്ങുക എന്നതാണ്. വിശുദ്ധിയിൽ ജീവിക്കുക എന്നത് മാത്രമാണ് അതിൻ്റെ സൊല്യൂഷൻ. അതിനായി സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ നമുക്ക് പുനർക്രമീകരിക്കണം. അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റി പാപത്തിൽ നിന്ന് വിട്ടുനിന്ന് ദൈവത്തിങ്കിലേക്ക് ഇന്ന് തന്നെ, ഈ നിമിഷം തന്നെ മടങ്ങി വരാൻ തീരുമാനമെടുക്കാം. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം എത്ര ക്ഷണികമാണെന്ന് നാം ഓർക്കണം. നമ്മുടെ കൈകളുടെ പ്രവൃത്തിയെ സുസ്ഥിരമാക്കാൻ ദൈവത്തിൻ്റെ പ്രസാദം നമ്മുടെ മേൽ ഉണ്ടാകണമേ എന്ന് മോശ പ്രാർത്ഥിച്ചു 17-ാം വരിയിൽ ഈ അധ്യായത്തിൽ. ഈ പ്രാർത്ഥന, ഇതൊരു പ്രാർത്ഥനയെ നാം എടുത്ത് നമ്മുടെ ഹൃദയത്തിലും അത് കൊണ്ട് നടക്കാം. കർത്താവ് എപ്പോൾ വേണമെങ്കിലും വരാം. നമ്മളതിനായി ഒരുങ്ങിയിരിക്കുന്നുണ്ടോ സഹോദര, സഹോദരി? നമ്മുടെ ജീവിതം ഒരു നെടുവീർപ്പ് പോലെ കടന്നു പോകുമ്പോൾ നാം ദൈവത്തിനായി എന്ത് ചെയ്തു എന്ന ചോദ്യം നമ്മുടെ മനസ്സിൽ ഉയരണം. ദൈവത്തിൻ്റെ സ്നേഹം എന്ന പദ്ധതിയിലെ ഓരോ ഏജൻസുമാണ് നാം ഓരോരുത്തരും. LIC ഏജൻസിനെ പോലെ അത് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗായി നമ്മുടെ ജീവിതത്തിലൂടെ ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മളുടെ കർമ്മം കൊണ്ട് മറ്റുള്ളവരിലേക്ക് നാം അത് പകർത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം അർത്ഥശൂന്യമായി മാറുന്നു എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് പാപത്തിൽ നിന്നും അലസതയിൽ നിന്നും അകന്ന് ഇന്ന് തന്നെ ദൈവത്തിൻ്റെ രാജ്യത്തിനായി പ്രവർത്തിക്കാൻ നമുക്ക് തയ്യാറെടുക്കാം. നമ്മുടെ ഇന്നത്തെ വെല്ലുവിളിയോടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥയെ താരതമ്യപ്പെടുത്തി അതിൽ നിന്ന് വിട്ടകലാൻ നാം പരിശ്രമിക്കണം. ഇന്നത്തെ ലോകം വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം പലപ്പോഴും പിന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. കർത്താവിൻ്റെ രണ്ടാം വരവിനായുള്ള ഒരുക്കത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം സഹോദരങ്ങളെ. അത് എപ്പോഴും നമ്മളെ ജാഗ്രതയോടെ ജീവിക്കാൻ സഹായിക്കും. തിരിച്ചറിയാം, തിരുത്താം, മടങ്ങി വരാം ഇന്ന് തന്നെ നമ്മുടെ സ്വർഗസ്ഥനായ അപ്പൻ്റെ അടുക്കിലേക്ക്. കർത്താവെ, ഇന്ന് അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കിയ വചനത്തിനും അതിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ആഴമുള്ള ബോധ്യത്തിനും അടിയങ്ങൾ നന്ദി പറയുന്നു. ഈ ധ്യാന സമയത്തിനായി കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ പരിശുദ്ധാത്മദാനങ്ങളാൽ നിറയ്ക്കണമേ. ദൈവവചനം അനുസരിച്ച് വിശുദ്ധവും കർത്താവിന് പ്രീതികരവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും കൃപയും നൽകണമേ. ഞങ്ങൾക്ക് ദാനമായി ലഭിച്ച ഈ ജീവനും എല്ലാ അനുഗ്രഹങ്ങളും സംരക്ഷണത്തിനും ഞങ്ങളുടെ കുടുംബത്തിനും എല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രവിക്കുകയും ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരമരുളുകയും ചെയ്യണമേ. കർത്താവെ, അവിടുത്തെ രണ്ടാം വരവിനായി ഞങ്ങൾ കാത്തിരിക്കുന്ന ഈ നേരത്ത് ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും അവിടുത്തെ ഇച്ഛയ്ക്ക് അനുസൃതമായി തീരുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളെയും ഞങ്ങളെ ചുറ്റുമുള്ളവരെയും അവിടുത്തെ കൃപയാൽ നിറച്ച് അങ്ങയുടെ സ്നേഹത്തിൻ്റെയും നീതിയുടെയും സാക്ഷികളായി മാറ്റണമേ. യേശുവിൻ്റെ മഹത്വപൂർണ്ണ നാമത്തിൽ പിതാവെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സഹോദരങ്ങളെ, ക്രിസ്തുവിനെ ഇനിയും അറിയാത്ത ഒരാൾക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ.
ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.